ബാക്ക് ടു മൈ ചാനൽ. ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കാവുന്ന ഭാഗമാണ് ആനുകാലിക ചോദ്യങ്ങൾ. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും. ആദ്യത്തെ, നിലവിലെ UGC ചെയർമാൻ. ഉത്തരം വിനീത് ജോഷി. നിലവിലെ UGC ചെയർമാൻ. ഉത്തരം വിനീത് ജോഷി. അടുത്ത ചോദ്യം, നിലവിലെ UPSC ചെയർമാൻ. ഉത്തരം അജയ് കുമാർ. നിലവിലെ UPSC ചെയർമാൻ അജയ് കുമാർ. അടുത്ത ചോദ്യം, മെറ്റ കമ്പനിയുടെ കീഴിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. ഉത്തരം ത്രെഡ്സ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്. മെറ്റ കമ്പനിയുടെ കീഴിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ത്രെഡ്സ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്. അടുത്ത ചോദ്യം, മെറ്റയുടെ AI സംവിധാനം. മെറ്റ AI. മെറ്റയുടെ AI സംവിധാനം മെറ്റ AI. മെറ്റയുടെ CEO മാർക്ക് സക്കർബർഗ്. മെറ്റയുടെ CEO മാർക്ക് സക്കർബർഗ്. അടുത്തത്, മൈക്രോസോഫ്റ്റ് ആരംഭിച്ച AI സംവിധാനം കോപൈലറ്റ്. മൈക്രോസോഫ്റ്റ് ആരംഭിച്ച AI സംവിധാനം കോപൈലറ്റ്. ഒന്നും കൂടി നോക്കാം. നിലവിലെ UGC ചെയർമാൻ വിനീത് ജോഷി. നിലവിലെ UPSC ചെയർമാൻ അജയകുമാർ. മെറ്റ കമ്പനിയുടെ കീഴിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ത്രെഡ്സ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്. മെറ്റയുടെ AI സംവിധാനം മെറ്റ AI. മെറ്റയുടെ CEO മാർക്ക് സക്കർബർഗ്. മൈക്രോസോഫ്റ്റ് ആരംഭിച്ച AI സംവിധാനം കോപൈലറ്റ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തത്, മൈക്രോസോഫ്റ്റ് CEO സത്യനാരായണ നദല്ലേ. മൈക്രോസോഫ്റ്റ് CEOയുടെ പേരാണ് സത്യനാരായണ നദല്ലേ. ഗൂഗിളിൻ്റെ പാരൻ്റൽ കമ്പനിയുടെ പേര് ആൽഫാബെറ്റ്. ഗൂഗിളിൻ്റെ പാരൻ്റൽ കമ്പനിയുടെ പേര് ആൽഫാബെറ്റ്. ഗൂഗിൾ ആരംഭിച്ച AI സംവിധാനം ജെമിനി. ഗൂഗിൾ ആരംഭിച്ച AI സംവിധാനം ജെമിനി. ChatGPT ആരംഭിച്ച കമ്പനി OpenAI. ChatGPT ആരംഭിച്ച കമ്പനി OpenAI. അടുത്തത്, ChatGPTയുടെ സ്ഥാപകൻ സാം ആൾട്ട്മാൻ. ChatGPTയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ സാം ആൾട്ട്മാൻ. അടുത്ത ചോദ്യം, കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം. ഉത്തരം പ്രകൃതിയോടൊപ്പം. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന കുടുംബശ്രീ ക്യാമ്പയിൻ പദ്ധതിയാണ് പ്രകൃതിയോടൊപ്പം. ഒന്നും കൂടി നോക്കാം. മൈക്രോസോഫ്റ്റ് CEO സത്യനാരായണ നദല്ലേ. ഗൂഗിളിൻ്റെ പാരൻ്റൽ കമ്പനി ആൽഫാബെറ്റ്. ഗൂഗിൾ ആരംഭിച്ച AI സംവിധാനം ജെമിനി. ChatGPT ആരംഭിച്ച കമ്പനി OpenAI. ChatGPTയുടെ സ്ഥാപകൻ സാം ആൾട്ട്മാൻ. അടുത്തത്, കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലയിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം. അടുത്തത്, അമീബ മസ്തിഷ്ക ജ്വരത്തിനെതിരെ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച സംസ്ഥാനം. ഉത്തരം കേരളം. അമീബ മസ്തിഷ്ക ജ്വരത്തിനെതിരെ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച സംസ്ഥാനം. ഉത്തരം കേരളം. കേരളത്തിലെ ആദ്യ എഡ്യൂക്കേഷണൽ ഹബ്ബ് നിലവിൽ വരുന്നത് പിണറായി, കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് പിണറായി, കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി നിലവിൽ വന്ന സ്ഥലം കോട്ടയം. കേരളത്തിലെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി നിലവിൽ വന്ന സ്ഥലം. ഉത്തരം കോട്ടയം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിതമാകുന്നത്. ഉത്തരം പുതുശ്ശേരി, പാലക്കാട് ജില്ല. കേരളത്തിലെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിതമാകുന്നത്. ഉത്തരം പുതുശ്ശേരി, പാലക്കാട് ജില്ല. അടുത്ത ചോദ്യം, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഉത്തരം
കെ ഷോപ്പി. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം കെ ഷോപ്പി. ഉത്തരം കെ ഷോപ്പി. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് എവിടെ? ഉത്തരം തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് എവിടെ? ഉത്തരം തൃശ്ശൂർ. ഒന്നും കൂടി നോക്കാം. അമീബ മസ്തിഷ്ക ജ്വരത്തിനെതിരെ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. കേരളത്തിലെ ആദ്യ എഡ്യൂക്കേഷണൽ ഹബ്ബ് നിലവിൽ വരുന്നത് പിണറായി, കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി നിലവിൽ വന്ന സ്ഥലം? കോട്ടയം. കേരളത്തിലെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി നിലവിൽ വന്നത് പുതുശ്ശേരി, പാലക്കാട് ജില്ല. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം കെ ഷോപ്പി. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് എവിടെ? തൃശ്ശൂർ. അടുത്തത് ചോദ്യം, ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി? ഉത്തരം കാരുണ്യം സ്പർശം. കേരളത്തിൽ ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി? ഉത്തരം കാരുണ്യം സ്പർശം. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.